Hello friends, welcome to my channel. അഞ്ചാം ക്ലാസ്സിന്റെ മാത്സിന്റെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ മാത്സ് ക്ലാസ്സിൽ എങ്ങനെയാണ് കുഞ്ഞുണ്ണി മാഷ് വന്നത് എന്നായിരിക്കും അല്ലേ? കുഞ്ഞുണ്ണി മാഷ് കവിതകൾ ഒരു മലയാള അധ്യാപകനായിട്ടൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ. അദ്ദേഹം അധ്യാപകൻ തന്നെയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഒന്നിനെ കുറിച്ച്, നമ്മുടെ നമ്പർ 1 ഉണ്ടല്ലോ, അതിനെ കുറിച്ച് കുഞ്ഞുണ്ണി മാഷ് ഒരു കവിത എഴുതിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി തന്നെ എഴുതിയതാണ്. എന്താണെന്ന് നമ്മുടെ ക്ലാസ്സിൽ ഇന്ന് കേട്ടു അല്ലെ? എങ്ങനെയാണ്? അത് കൃത്യമായിട്ട് ഞാൻ കവിതയായിട്ട് പറയുന്നില്ല, പക്ഷെ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ചരിവ് വേണ്ട, വളവ് വേണ്ട, തിരിവ് വേണ്ട, ഒന്നും വേണ്ട അല്ലെ? കുത്തനെ ഒരു വര, കുറിയ വര, അതാണ് ഒന്ന് എന്നാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ വരകൾ ചേരുമ്പോൾ, വെൻ ലൈൻസ് ജോയിൻസ് എന്ന പാഠത്തിൽ നമ്മൾ ഒന്നിന്റെ ആ കുത്തനെ എന്നുള്ള ആ ഒരു കാര്യമാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, കുത്തനെയുള്ള ഒരൊറ്റ വര. നമ്മള് അക്കങ്ങൾ പല രീതിയിൽ എഴുതാറുണ്ട്. ഇപ്പൊ 4 എന്നുള്ള ഒരു അക്കത്തെ തന്നെ പല രീതിയിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് കാണാം അല്ലെ? കുട്ടികൾ പല രീതിയിൽ എഴുതാറുണ്ട്, 7 പല രീതിയിൽ എഴുതാറുണ്ട്. അപ്പൊ കുത്തനെ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ പല സാധനങ്ങളും കുത്തനെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ചിത്രം എല്ലാവർക്കും പരിചിതമായതായിരിക്കും അല്ലെ? യെസ്, ഇറ്റലിയിലെ പിസാ ഗോപുരമാണ്. പിസാ ഗോപുരം എന്നതിലുപരി ചരിഞ്ഞ ഗോപുരം എന്ന പേരിലാണ് ഇത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. അപ്പൊ ചരിഞ്ഞ ഗോപുരം നമുക്ക് എല്ലാവർക്കും അറിയാം, ചരിഞ്ഞതാണ്, എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാ ചരിഞ്ഞ ഗോപുരം മാത്രമല്ല, ലോകത്ത് ചരിഞ്ഞ് പോയിട്ടുള്ള മറ്റു പല കെട്ടിടങ്ങളും ഉണ്ട്. അത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പലതും കണ്ടു അല്ലെ? പല വീട് പോലെയുള്ള ഉയർന്ന ഗോപുരങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇവയൊക്കെ പലതും വെള്ളപ്പൊക്കത്തിന്റെ സമയത്തൊക്കെ അവയുടെ നിർമ്മാണത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ കാരണമായിരിക്കാം. വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായപ്പോ പല വീടുകളും ചരിഞ്ഞു പോയതായിട്ടും കെട്ടിടങ്ങൾ ചരിഞ്ഞു പോയതായിട്ടും നശിച്ചു പോയതായിട്ടും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? സാധാരണഗതിയിൽ നമ്മൾ എങ്ങനെയാണ് കെട്ടിടങ്ങൾ, ഈ പല കെട്ടിടങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? കുത്തനെ തന്നെയാണ് മിക്കവാറും എല്ലാ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത്. കെട്ടിടങ്ങൾ മാത്രമല്ല, പല വസ്തുക്കളും. അപ്പൊ മുകളിലുള്ളവ ചരിഞ്ഞവയും താഴെയുള്ളവ കുത്തനെയുള്ളവയുടെയും ചിത്രങ്ങളാണ്. പിസാ ഗോപുരത്തിന്റെ പ്രത്യേകത, അതൊരു വലിയ പ്രത്യേകത തന്നെയാണ് അല്ലെ? ഇറ്റലിയിലെ പിസാ നഗരത്തിലുള്ള ഗോപുരമാണ് ഈ ചിത്രത്തിലുള്ളത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിസയിലെ ചരിഞ്ഞ ഗോപുരം എന്ന പേരിൽ ഇത് പ്രസിദ്ധമാണ്, ലീനിങ് ടവർ ഓഫ് പിസ. ഇനി ഇതിലെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗോപുരം അല്പാൽപം ചരിഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് പിന്നീട് കണ്ടെത്തിയതാണ്. ഗോപുരത്തെ ശരിക്കും നിവർത്തി കുത്തനെ ആക്കാമായിരുന്നെങ്കിലും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നത് ഗോപുരത്തിന്റെ ചരിവായതിനാല് അത് അങ്ങനെ തന്നെ നിലനിർത്തുക തീരുമാനിച്ചതാണ്. ഓക്കെ, അപ്പൊ അത് വേണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? ശരിയാക്കായിരുന്നു, പക്ഷെ അത് വേണ്ടാന്ന് വെച്ചിട്ട് തന്നെ അങ്ങനെ ആക്കിയതാണ്. ഇതുപോലെ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് വസ്തുക്കളുണ്ട്. നമുക്കിപ്പോ ഈ ഒരു ചിത്രത്തിൽ തന്നെ കാണാം അല്ലെ? തെങ്ങ്, കുത്തനെയുള്ള തെങ്ങുകളും എന്നാൽ വളരെയധികം ചരിഞ്ഞുപോയ തെങ്ങുകൾ. അതുപോലെ സ്ലൈഡിന്റെ പേര് തന്നെ സ്ലൈഡ് എന്നാണ് അല്ലെ? നമ്മൾ ഈ ഒഴുകുന്ന കുട്ടികളൊക്കെ ചെറുപ്പത്തിൽ കളിക്കുന്ന സ്ലൈഡ് ഉണ്ട്. അതുപോലെ മറ്റൊന്ന് എന്താണ് അവിടെ കാണുന്നത്? പോസ്റ്റ് ആണ് അല്ലെ? ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. അങ്ങനെ കുറെ വസ്തുക്കൾ. അപ്പോ ഈ ഫോട്ടോകളില് പലതും കുത്തനെയാണ്, മറ്റു പലതും ചരിഞ്ഞിട്ടുള്ളവയാണ്. അപ്പൊ ഈ ചരിവിന്റെയും കുത്തനെയുള്ളതിന്റെയും ഒക്കെ പ്രത്യേകതകള് നമ്മൾക്ക് ഈ ഒരു ക്ലാസ്സിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ വീടുകളൊക്കെ നിർമ്മിക്കുമ്പോൾ മിക്കവാറും എന്നല്ല, എല്ലാ വീടുകളും എങ്ങനെയാണ്? ഭിത്തികളൊക്കെ കുത്തനെ തന്നെയാണ്. ആരും ചരിഞ്ഞിട്ട് അങ്ങനെ നിർമ്മിക്കാറില്ല. വല്ല കൗതുകത്തിനും വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ചെയ്യാറുള്ളൂ. പക്ഷെ മേൽക്കൂര എപ്പോഴും ചരിഞ്ഞു തന്നെയായിരിക്കും. കാരണം എന്താണ്? വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് അതാണ്. ത്രികോണാകൃതിയിൽ മിക്കവാറും മേൽക്കൂലകൾ കാണുന്നത്. അതല്ല, ഇനിയിപ്പോ ടെറസൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ എന്ത് ചെയ്യും? വെള്ളം പോകാൻ വേണ്ടിയിട്ട് വേറെ പൈപ്പും കാര്യങ്ങളൊക്കെ മുകളിൽ വെച്ചു കൊടുക്കണം. അപ്പൊ അതുകൊണ്ടാണ് പണ്ടുള്ള വീടുകളൊക്കെ എങ്ങനെയുള്ളത്? മുകൾ ഭാഗം ചരിഞ്ഞ് ത്രികോണാകൃതിയിലുള്ളത്. അതുപോലെ നമ്മുടെ സ്റ്റെമ്പ്, അത് കുത്തനെയാണ് അല്ലെ? അത് കുത്തനെ തന്നെയാണോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കാറുണ്ട്. ആ കുത്തനെ അല്ല എന്നുണ്ടെങ്കിൽ, ബോളൊന്ന് ചെറുതായി വന്ന് തട്ടിയാൽ എന്ത് ചെയ്യും? മുകളിൽ വെച്ചിരിക്കുന്ന ആ ചെറിയ ഒരു വടിക്കഷ്ണം പോലെ കാണുന്നില്ലേ, അത് വീഴും. അത് വീണാൽ എന്തായി? നമ്മുടെ ബാറ്റ്സ്മാൻ ഔട്ടായി എന്നർത്ഥം. ഇവിടെ നമുക്ക് ഈ ഒരു ചിത്രത്തില് ഒരു വരയല്ല, ആ കമ്പിയില് 4 കമ്പികൾ ചരിഞ്ഞിട്ടാണുള്ളത്. എന്നാൽ ആ 4 കമ്പികൾ ചരിഞ്ഞിട്ടാണെങ്കിലും അവയെ
ഈ 4 എണ്ണവും കൂടി ചേരുന്നു. അപ്പൊ സാറ് കൈ വെച്ചിരിക്കുന്ന ആ കമ്പി ചരിഞ്ഞതാണോ? പെട്ടെന്ന് നമുക്ക് ചരിഞ്ഞതാണെന്ന് തോന്നുമെങ്കിലും അത് ചരിഞ്ഞിട്ടല്ല. അത് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സാർ ഇവിടെ കാണിച്ചത്. കണ്ടോ, ഇതിന് തൂക്കുകട്ട എന്ന് പറയും. അത് മുകളിലെ ഒരു ഉണ്ട പോലെയുണ്ട്, താഴെയും ഒരു ഉണ്ട പോലെയുണ്ട്. ഈ 2 ഉണ്ടകളും എന്ത് ചെയ്യുന്നുണ്ട്? ആ കമ്പിയിൽ തട്ടുന്നുണ്ട്. അതിനർത്ഥം അതിന് ചരിവില്ല എന്നാണ്. അതുപോലെ തന്നെയാണ് ഈ കണ്ടോ, ചുമരൊക്കെ നിർമ്മിക്കുമ്പോൾ ചരിവില്ലാതെ തൂക്കുകട്ട ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി ചരിവുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ ഇപ്പൊ ഒരു പോസ്റ്റ് ഉണ്ട്, ആ പോസ്റ്റിന് ചരിവുണ്ട്. അതുകൊണ്ടാണ് കണ്ടോ താഴത്തെ തൂക്കുകട്ട അതിൽ തട്ടിയിട്ടില്ല. ആ ഒരു വിടവ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നില്ലേ? അപ്പൊ അവിടെ ചരിവുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ചരിവുണ്ടോ എന്ന് നോക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം ആണിത്. ഇനി ഇവിടെ നോക്കിയാൽ നമുക്കൊരു രൂപം കാണാം അല്ലെ? ഇതിന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതിനെന്തുണ്ട്? ചരിവുണ്ട് എന്നുള്ളത്. ഇത് ഏതാണ് രൂപം? പറയാൻ പറ്റുമോ? ഇതെന്താ രൂപം? ചതുരാണെന്ന് എല്ലാവരും ഒറ്റയടിക്ക് പറയും. അപ്പോ ആ താഴെ കാണുന്നതും ചതുരമാണോ? കൺഫ്യൂഷൻ ഉണ്ട് അല്ലെ? കാരണം എന്താ, 4 വശങ്ങൾ തന്നെയാണുള്ളത്. മുകളിലുള്ളത് ചതുരമാണ്. നമുക്കറിയാം ഒരു ചതുരത്തിന്റെ പ്രത്യേകത എന്താണ്? പരസ്പരം ഓപ്പോസിറ്റ് ഉള്ള വശങ്ങൾ എന്തായിരിക്കും? എപ്പോഴും സമാന്തരമായിരിക്കും, കുത്തനെയായിരിക്കും അല്ലെ? എപ്പോഴും ഉള്ളിൽ 90 ഡിഗ്രി ആയിരിക്കും. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ താഴെ കാണുന്നത് അങ്ങനെയല്ല, 4 വശങ്ങളേ ഉള്ളൂ. ഈ പറഞ്ഞ ചതുരത്തിന്റെ പ്രത്യേകതയൊന്നുമില്ല. അപ്പോ അതിന് നമ്മൾ പറയുന്ന പേരാണ് ചതുർഭുജം. അപ്പൊ ഈ മുകളിൽ കാണുന്ന ചതുരവും ചതുർഭുജം അല്ലേ? അതും ചതുർഭുജമാണ്. അതായത് ഭുജം എന്ന് പറഞ്ഞാൽ വശങ്ങൾ എന്നാണ് അർത്ഥം. ഓക്കെ, ഭുജം എന്ന് പറഞ്ഞാൽ വശങ്ങൾ. ചതുർ എന്ന് പറഞ്ഞാൽ 4 എന്നാണ്, സംസ്കൃത പദമാണ്. ഏകം, ദ്വേ, ത്രീണി, ചത്വാരി, പഞ്ച, ഷഡ് അങ്ങനെയാണ് സംസ്കൃതം പറഞ്ഞു പോകുന്നത്. അപ്പൊ ഈ ചതുർഭുജം എന്നുള്ളത് സംസ്കൃത വാക്കാണ്. 4 വശങ്ങളുള്ള ഏതൊരു രൂപത്തെയും നമുക്ക് ചതുർഭുജം എന്ന് പറയാം. അതേസമയം 5 വശങ്ങളായാലോ? 5 വശമായാൽ അത് പഞ്ചഭുജമായി. ഓക്കെ, ചതുർഭുജത്തിന് ഇംഗ്ലീഷിൽ കോഡിലാറ്ററൽ എന്നാണ് കേട്ടോ പറയാ, കോഡിലാറ്ററൽ. പഞ്ചഭുജമാണെങ്കിലോ അത് പെന്റഗണായി. ഓക്കെ, പഞ്ചഭുജം, പെന്റഗൺ. പഞ്ച എന്ന് പറഞ്ഞാൽ 5. അടുത്തത് 6 വശമാണെങ്കിൽ അത് ഹെക്സഗൺ ആണ്, ഷഡ്ഭുജം. 6 ഷഡാണ്, ഷഡ്ഭുജം. 7 ആവുമ്പോ സെപ്റ്റഗണായി, സപ്തഭുജം. 7 സപ്തയാണ് 7. 7ന്റെ സംസ്കൃത വാക്കാണ് സപ്തം എന്നുള്ളത്. അപ്പോ സംസ്കൃതം പഠിക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി 8 വശങ്ങളാണെങ്കിൽ അത് അഷ്ടഭുജമായി, ഒക്ടഗൺ. ഒക്ട് എന്ന് പറഞ്ഞാൽ 8 ആണ്. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് നമ്മുടെ പാഠഭാഗത്തിലുണ്ട്. പോളിഗൺസ് എന്നുള്ള പേരിലാണുള്ളത്. അതായത് ബഹുഭുജങ്ങൾ. ബഹുഭുജങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് വശങ്ങളുള്ള, കുറെ വശങ്ങളുള്ള, അതാണ് അതിന്റെ അർത്ഥം. പോളിഗൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അതില് ചതുർഭുജം, പഞ്ചഭുജം, ഷഡ്ഭുജം, സപ്തഭുജം, അഷ്ടഭുജം, കോഡിലാറ്ററൽ, പെന്റഗൺ, ഹെക്സഗൺ, സെപ്റ്റഗൺ, ഒക്ടഗൺ. ഇത് നിങ്ങൾ വരയ്ക്കണം, നോട്ട് ബുക്കില് വരച്ച് ഇതിന്റെ കളറൊക്കെ കൊടുത്ത് ഇതിന്റെ പേരെഴുതണം. അപ്പൊ വരയ്ക്കുമ്പോ എല്ലാ വശങ്ങളും തുല്യമാകണം എന്ന് നിർബന്ധം അങ്ങനെ വല്ല പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതൊക്കെ എന്താണെന്ന് അറിയാം, ഇതൊക്കെ തുല്യമായിട്ടുള്ളവയാണ്. ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നതിന്റെ ഒക്കെ ഇപ്പോ പഞ്ചഭുജം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 5 വശങ്ങളും തുല്യമായിട്ട് നമ്മൾ സമചതുരം വരയ്ക്കുന്ന പോലെ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വരയ്ക്കാൻ സാധിക്കുമോ എന്ന് ശ്രമിക്കുക. സാധിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോ അത് തുല്യമല്ലെങ്കിൽ, തുല്യമാണെങ്കിൽ നമ്മൾ അതിന്റെ സമപഞ്ചഭുജം എന്ന് പറയുന്നേ ഉള്ളൂ. സമമല്ലെങ്കിലും അത് എന്ത് തന്നെയാണ്? 5 വശങ്ങൾ ഉണ്ടെങ്കിൽ അത് പഞ്ചഭുജമാണ്. അപ്പൊ 4 വശമുള്ള എന്ത് രൂപം വരച്ചാൽ, ഇപ്പൊ ഡയമണ്ട് ഷേപ്പ്, അത് 4 വശമാണ്, അതും എന്താണ്? ഒരു ചതുർഭുജമാണ്. ഓക്കെ, അപ്പൊ അത് തുല്യമാവണമെന്ന് നിർബന്ധമില്ല. 4 വശമാണെങ്കിൽ കോഡിലാറ്ററൽ ആണ്, 5 വശമാണെങ്കിൽ പഞ്ചഭുജമാണ്. അതിനിപ്പോ എന്ത് അളവിലും ആയിക്കോട്ടെ, കുഴപ്പമില്ല കേട്ടോ. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ സാർ ഒരു ചതുരം വരച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ സാറിന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോ വലതുവശമാണെങ്കിലും നമ്മൾ നോക്കുമ്പോ ഇടതുവശം. ഇടതുവശം എങ്ങനെയാ? കുത്തനെയാണുള്ളത്. എന്നാൽ വലതുവശത്തിന് ഒരു ചരിവുണ്ട് അല്ലെ? ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യാറുണ്ട്. കുറെ 8 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രങ്ങളിൽ താഴത്തെ വരയിൽ നിന്ന് കുത്തനെ മേൽപോട്ട് വരച്ച വരകളും ചരിച്ച് വരച്ച വരകളും കാണാം. ഉദാഹരണമായിട്ട് ഒന്നാമത്തെ ചിത്രം എടുത്തിട്ടുണ്ടെങ്കിൽ അതില് ഇടത്തെ വര, അതായത് നമ്മുടെ ഇടത്ത് ഭാഗം നോക്കുക കേട്ടോ. ഇടത്തെ വര എങ്ങനെയാണ്? താഴത്തെ വരയിൽ നിന്ന് കുത്തനെ മേൽപോട്ടാണ് വരച്ചത്. എന്നാൽ വലത്തെ വരയോ അത് അല്പം ചരിഞ്ഞിട്ടാണ്.
ഇതുപോലെ മറ്റു ചിത്രത്തിലുള്ളത് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിൾ ആണ്. ഒന്നാമത്തതില് കുത്തനെയുള്ളത് ഇടത്തെ വരയും ചരിഞ്ഞിരിക്കുന്നത് വലത്തെ വരയുമാണ്. രണ്ടാമത്തതിലോ ഒക്കെ കുത്തനെയാണ് അല്ലെ, ഇടത്തെ വരയും വലത്തെ വരയും കുത്തനെയാണ്. മൂന്നാമത്തതില് ഇടത്തെ വരയാണ് ചരിഞ്ഞത്, വലത്തെ വര കുത്തനെയാണ്. നാലാമത്തതിലോ ഇടത്തെ വരയും വലത്തെ വരയും കുത്തനെയാണ്. അഞ്ചാമത്തതില് ഇടത്തെ വരയും വലത്തെ വരയും ചരിഞ്ഞിട്ടാണ്. ആറാമത്തതില് ഇടത്തെ വരയും വലത്തെ വരയും കുത്തനെയാണ്. എന്നാൽ മുകളിലത്തെ വരയാണ് എങ്ങനെയുള്ളത്, ചരിഞ്ഞിട്ടുള്ളത് അല്ലെ, മുകളിലത്തെ വര മുകളിലേക്ക് ചരിഞ്ഞിട്ടാണുള്ളത്. ഏഴാമത്തതിലോ ഇടത്തെ വരയും വലത്തെ വരയും ചരിഞ്ഞിട്ടാണ് ഉള്ളത്. എട്ടാമത്തതില് ഇടത്തെ വര കുത്തനെയാണ്, വലത്തെ വര ചരിഞ്ഞിട്ടാണ്. ഞാൻ പറയുമ്പോൾ ആ ചിത്രങ്ങളിലേക്ക് ശ്രദ്ധിക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഫിഗർ 1 അപ്രൈറ്റ് ലെഫ്റ്റ് ലൈനും സ്ലാന്റഡ് അതായത് ചരിഞ്ഞത് റൈറ്റ് ലൈനുമാണ്. രണ്ടാമത്തതില് ലെഫ്റ്റ് ലൈനും റൈറ്റ് ലൈനും അപ്രൈറ്റ് ആണ്. മൂന്നാമത്തതില് റൈറ്റ് ലൈൻ അപ്രൈറ്റും ലെഫ്റ്റ് ലൈൻ സ്ലാന്റഡും ആണ്. നാലാമത്തതില് ലെഫ്റ്റ് ലൈനും റൈറ്റ് ലൈനും അപ്രൈറ്റ് ആണ്. അഞ്ചാമത്തതില് ലെഫ്റ്റ് ലൈനും റൈറ്റ് ലൈനും സ്ലാന്റഡ് ആണ്. ആറാമത്തതില് ലെഫ്റ്റ് ലൈനും റൈറ്റ് ലൈനും അപ്രൈറ്റും ടോപ്പ് ലൈന് സ്ലാന്റഡും ആണ്. ഏഴാമത്തതില് ലെഫ്റ്റ് ലൈനും റൈറ്റ് ലൈനും സ്ലാന്റഡ് ആണ്. എട്ടാമത്തതില് ലെഫ്റ്റ് ലൈൻ അപ്രൈറ്റും റൈറ്റ് ലൈൻ സ്ലാന്റഡുമാണ്. ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ തന്നിരിക്കുന്ന പ്രവർത്തനം. വീഡിയോ യൂസ്ഫുൾ ആയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്ന് കേരള പാഠാവലിയുടെ ക്ലാസ് കൂടി ഉണ്ട്. വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആണ്. പെട്ടെന്ന് തന്നെ അതിന്റെ വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.